ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളിയിൽ സ്നേഹ സന്ദേശ യാത്ര നടത്തി. കാർത്തികപ്പള്ളി പുതുക്കുണ്ടം എരുമപ്പുറത്ത് കിഴക്കതിൽ രാജേഷ് എന്ന 30 വയസ്സുകാരനെ സഹായിക്കുന്നതിന് തുക കണ്ടെത്താനായാണ് യാത്ര നടത്തിയതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർത്തികപ്പള്ളിയിൽ സ്നേഹ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. പെട്ടെന്ന് നടക്കേണ്ടതായിട്ടുള്ള ഒരു സർജറി 3 ലക്ഷം രൂപയോളം അതിനുണ്ടാവേണം. 3 ലക്ഷം രൂപ പോയിട്ട് 300 രൂപ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ശോഭ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കൂലിപ്പണിക്കാരനായ രാജേഷിന് 2 മക്കൾ. ആ കുടുംബത്തെ ഒന്ന് സഹായിക്കുകയും ആ കുടുംബത്തിന് ആവശ്യമായ ചികിത്സാ സഹായം നിധി കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. അത് ഒത്തിരി നാൾ നീട്ടിവെക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റ് അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിൽ വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് കാർത്തികപ്പള്ളി മലങ്കര കത്തോലിക്ക ചർച്ചിൻ്റെ വാതിക്കൽ നിന്നും റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യുന്ന സ്നേഹ സന്ദേശയാത്ര കാർത്തികപ്പള്ളി പുതുക്കണ്ടം എരുമപ്പുറത്ത് കിഴക്കതിൽ രാജേഷ് എന്ന 30 വയസ്സുകാരനെ സഹായിക്കുന്നതിന് തുക കണ്ടെത്താനായാണ് യാത്ര സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. നാളെ ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങളുടെ വാർഡിലെ കാർത്തികപ്പള്ളി പഞ്ചായത്തിലെ 8ാം വാർഡ് ഒരു അമ്മയുടെ കരച്ചിലാണ് ഞങ്ങളെ നടക്കാൻ പ്രേരിപ്പിച്ചത്. തൻ്റെ മകൻ രാജേഷ്, എരുമപ്പുറത്ത് കിഴക്കിൽ ശോഭയുടെ മകൻ രാജേഷ്, ഒരു അപകടത്തിൽ കാലിൻ്റെ മുട്ടിന് താഴെ തകർന്ന് ഹോസ്പിറ്റലാണ്. ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും 3 ലക്ഷം രൂപ കണ്ടെത്തുവാൻ തോന്നിയ ഒരു ആശയമാണ്. അതിന് പേരിട്ടു സ്നേഹയാത്ര. കാർത്തികപ്പള്ളി മലങ്കര കത്തോലിക്ക ചർച്ചിന് മുമ്പിൽ നാളെ രാവിലെ ജോഷോ മാർ ഇഗ്നാത്യോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്യും. കാർത്തികപ്പള്ളി ഗുരുമന്ദിരത്തിൽ വൈകിട്ട് 7 മണിക്ക് അവസാനിക്കും. പോകുന്ന വഴിയിലുള്ള അമ്പലങ്ങളും മുസ്ലിം ദേവാലയങ്ങളും ഒക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിച്ച് സ്നേഹയാത്ര മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പങ്കാളിത്തവും ഉണ്ടാവണം. നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ സ്നേഹയാത്രയിൽ ഒരു 100 രൂപ, 500 രൂപ, 1000 രൂപ നൽകാൻ പറ്റും. ഇതിനോടൊപ്പം നടക്കണം. നമുക്ക് ഒരുമിച്ച് നടക്കാം. നാം ഒരുമിച്ച് നടന്നാൽ ഒരു ദൈവീയ അത്ഭുതം. വൈകിട്ട് 7 മണിക്ക് 3 ലക്ഷം രൂപ ഉണ്ടാവും. ഞങ്ങളോടൊപ്പം നടക്കുവാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. മുഴുവൻ സമയം ഇല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും 10 മിനിറ്റ് ജോലി കഴിഞ്ഞ് വരുന്ന സമയം കണ്ടാൽ ഞങ്ങളോടൊപ്പം ഒന്ന് നടന്ന് ആ സ്നേഹയാത്രയിൽ പങ്കാളി. ഇങ്ങനെയൊക്കെ നടന്നാലും ഇരുന്നാലും സംസാരിച്ചാലും മിണ്ടിയാലും ഒക്കെ തീരുന്ന പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നാളെ ഒരുമിച്ച് നടക്കാം. വാഹനാപകടത്തിൽ 2 കാലും തകർന്ന രാജേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ യാചനാ ഭിക്ഷാപാത്രവുമായാണ് യാത്ര നടത്തിയത്. കാർത്തികപ്പള്ളി മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്ന് ആരംഭിച്ച യാത്ര മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്യോസ് ഉദ്ഘാടനം ചെയ്തു. വളരെ ചെറുപ്പമായ ഇവിടെ കാർത്തികപ്പള്ളി 8ാമത്തെ വാർഡിൽ മെമ്പറായ പ്രിയപ്പെട്ട രാജേഷ് ഒരപകടത്തിൽ 2 കാലും ഒടിഞ്ഞ് അത് വിദഗ്ധമായ ചികിത്സ ഓപ്പറേഷൻ നടത്തിയെങ്കിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. ഇദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ ഭാരിച്ച ആ ചെലവ് വഹിക്കാനുള്ള നിവൃത്തിയില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണ് എന്ന മനോഭാവത്തോടുകൂടി കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ അത് ഏറ്റെടുത്ത് പ്രവർത്തിക്കുകയാണ്. ഇന്ന് കാർത്തികപ്പള്ളി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഈ പരിസരത്ത് നിന്നും ഈ യാത്ര ആരംഭിച്ച് കാർത്തികപ്പള്ളിയിലെ വിവിധ മേഖലകളിൽ വിവിധ മതങ്ങൾ ഉൾക്കൊള്ളുന്ന ദേവാലയങ്ങളും മോസ്കുകളും അമ്പലങ്ങളും ഒക്കെ കവർ ചെയ്തുകൊണ്ട് ഈ പട്ടണത്തിലൂടെ നടത്തുന്ന ഈ യാത്ര ഏറെ വിജയപരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ഉല്ലാസൻ, ജീവകാരുണ്യ പ്രവർത്തകരായ ജോസ്, സുഭാഷ്, മധു, സുരേഷ്, ഗിരീഷ്, ഫാദർ കാലിയത്ത്, രാജീവ്, റിയാസ്, അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.